രാഘവേട്ടാ എന്തല്ല എന്താണ് പാരസെറ്റമോൾ ഇവിടെ പാരസെറ്റമോൾ മെഡിക്കൽ ഷോപ്പിലുണ്ടാവില്ലേ? ജലൂസിലുണ്ടോ? ജലൂസിനുണ്ട്. എന്തേ നിനക്കെന്ന് വേണ്ടേ? അല്ല ഒരു മെഡിക്കൽ ഷോപ്പാകുമ്പോ ഇതെല്ലാം വേണ്ടേ? അത് ചെക്ക് ചെയ്യാനോ നീ? അല്ലല്ല, എന്താന്ന് പറ. നിങ്ങള് അന്നൊന്ന് ചെറുപ്പാന്നല്ലേ? നിങ്ങള് ഭയങ്കര ടവറായിപ്പോ. നീ ഇതെല്ലാം പറയാനാ വന്നേ? എന്താ എനിക്ക് ആവശ്യം പറ. തീപ്പെട്ടി ഉണ്ടാ മെഡിക്കൽ ഷോപ്പിലാ? ഞാനേ സിഗരറ്റ് കത്തിക്കാൻ എടുക്കാൻ മറന്നുപോയി. തീപ്പെട്ടി വലിക്കണ്ട. നിങ്ങൾ ഈ ചന്ദനത്തിരി കത്തിക്കാൻ വെച്ചിട്ടുണ്ടാവില്ല. ഒന്ന് ഇത്തിരി മുട്ടി പോയല്ലേ? അമ്മ എന്റെ വലിയ നിക്കണ്ടെന്നാ വിളക്ക് കത്തിക്കണ്ട. ആ ഒരു തീപ്പെട്ടി മേടിക്കാൻ പറഞ്ഞത് എത്ര സമയമായി? നീ എന്താ തീപ്പെട്ടി ഉണ്ടാക്കാൻ പോയാണ്? എന്റെ മന്മതേട്ടൻ മെഡിക്കൽ ഷോപ്പിലോട്ട് തീപ്പെട്ടി അവസാനം രാഘവേട്ടന്റെ കയ്യും കാലും പിടിച്ചിട്ട് ചന്ദനത്തിരി കത്തിക്കുന്ന തീപ്പെട്ടിയായത്. എടാ നിന്നോട് ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കാനല്ലേ പറഞ്ഞേ? അതിന് പൈസ വേണ്ടേ? ₹1 എടുത്തിട്ട് തീപ്പെട്ടി മേടിക്കാൻ നിന്റെ ഇല്ല കാശ്? 500 രൂപ നോട്ടാണ് കയ്യിൽ. കള്ളണ്ടാ കൂടുതൽ. നിങ്ങൾ അമ്മ ടീച്ചറെ പെൻഷൻ വാങ്ങിയിട്ട് നിങ്ങൾ ഇങ്ങനെ അടിപൊളിയായി നടക്കുന്നുണ്ട്. എന്റെ പോലെ എല്ലാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊന്നുമില്ല. ഒരുപാട് നീ കഥ പറയണ്ട കേട്ടോ. എന്താടി? അല്ലല്ല, ഞാൻ നമ്മുടെ അവിടുത്തെ മെഡിക്കൽ സ്റ്റോറിലല്ല, ഞാനിങ്ങോട്ട് ടൗണിലേക്ക് വന്നു. എത്ര നേരമായി പോയിട്ട്? ഇവിടെ രാഘവേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ മെഡിക്കൽ സ്റ്റോറിന്റെ അവിടേക്ക് വന്നിരിക്ക. അതെ, ഇവിടെ ഇത്തിരി വിലക്കുറവുണ്ട് ഗുളികയൊക്കെ. അപ്പൊ ഗ്യാസിന്റെ ഗുളിക നമ്മുടെ അവിടെ 2.50 മേടിക്കുക. ഇവിടെ ₹2 ഉള്ളൂ. 10 മേടിച്ച ₹5 ലാഭമില്ലേ? നടന്നു ഞാൻ അവിടുന്ന്. പിന്നെ ഓട്ടോ വിളിച്ച് വരികയാണെങ്കിൽ എന്നാ പിന്നെ ഗുളിക അവിടുന്നാണ്ട് മേടിച്ചാ പോരെ? ₹5 ലാഭം കിട്ടാൻ നിൽക്കുമ്പോ വണ്ടി വിളിച്ചിട്ടാ വരിക. ശരി, വേഗം വരണേ. ഞാൻ വേഗം വരില്ല. ഞാൻ ഈ ഗുളിക മേടിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് നടന്നിട്ട് വരാം കേട്ടോ. വെക്ക്. അതെ, ഒരു 15 ദിവസത്തിനുള്ള ഗുളിക എടുത്തോളൂ. ഈ സ്കൂളുണ്ടല്ലോ, ഇതാണ് ഞാൻ പഠിച്ചത്. ഈ സ്കൂളാ? ശരി. ഇതെന്റെ 5ാമത്തെ സ്കൂളാണ്. ആദ്യം അമ്മക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സ്കൂളിലല്ല എന്നെ കൊണ്ട് ചേർക്കും. പക്ഷെ ഞാൻ അവിടെ നിന്ന് വെറുതെ അമ്മ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കളി കിടക്കില്ലല്ലോ. അവസാനം ഞാൻ ലാസ്റ്റ് സ്കൂളിൽ ഇതായിരുന്നു. ഇവിടുന്നാണ് 10 പാസ്സായത്. ഇവിടെ 10 ഉണ്ടാ? ഇവിടെ 10 ഹൈസ്കൂളിലല്ലേ? ഇവിടെ ഒന്നും അങ്ങനെ പരിചയമില്ലാന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. അല്ല, ഞാന് ആ തുരുത്തിന്റെ അവിടുന്നാ വരണേ. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും. അത് ആടേലും അതിന്റെ അടുത്തല്ലുണ്ടല്ലോ മെഡിക്കൽ ഷോപ്പ്. അല്ല, അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. പക്ഷെ അത് ഒരു മെഡിക്കൽ സ്റ്റോറിലുള്ളൂ. അപ്പൊ തോന്നിയ വിലക്കാണ് എല്ലാം വെക്കണത്. നമ്മള് ന്യായമായ വിലക്കേ വെക്കും. അല്ല, അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ രാഘവേട്ടനല്ലേ പറഞ്ഞേട്ടാ. അതാ ഞാൻ വന്നത്. കസിനായ മരുന്ന് ഇങ്ങനെ ഇതിന്റെ ഇതെല്ലാം എഴുതിയില്ല എന്റെ പുറത്ത്. എപ്പോഴാ കഴിക്കണ്ടെന്നൊക്കെ അറിയാം. അത് കുറെ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതിലെ പുറത്ത് എഴുതിയിട്ടുണ്ട്. എത്ര 200 ഉണ്ടായില്ലേ? ബാക്കിയുണ്ട്. ഇതാ ബാക്കി. ചില്ലറയുണ്ട്. 5 ഉണ്ട്. അവിടെ ₹20 ഇവിടെ. അതെ. കോട്ടെ എന്നാ. ഓക്കെ, വരണം. വരാ. 'വലിച്ചോ. എന്നിട്ട് അവസാനം പറയണം, മന്മഥേട്ടനാണ് എന്നെ വലിപ്പിച്ചത്. ഇല്ലില്ല, നമ്മൾ പറയണം. നീ പറയും, എനിക്കറിയാലോ. അയാൾ വീണല്ലോ. 5-6 പേര് വരട്ടെ, വന്നിട്ട് അങ്ങോട്ട് പോയല്ലേ നമ്മളെ തലയിലാവും. നമ്മളെ വണ്ടിയിൽ അതിൽ കൊണ്ടുപോയി കൂടെ? എടാ സുധി, വണ്ടിയിൽ നമ്മൾ എടുത്തോണ്ട് പോയ പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടി വരും. നീ മിണ്ടായിക്ക്. ആരെങ്കിലും 5-6 പേര് വരട്ടെ. എന്താ നിങ്ങൾ എല്ലാവരും കൂടെ പിടിക്കുക. ഒന്ന് ഇരുത്താണ്, ഇരുത്തിട്ട് വെള്ളം എടുക്കാൻ നോക്കും. ഇതിപ്പോ ആളിന് ആർക്കെങ്കിലും പരിചയമുണ്ടോ? കടയില് ഒരു കാര്യം, ഒരു വണ്ടി വിളിക്കാരെങ്കിലും അങ്ങോട്ട്. അതിൽ പെട്രോൾ ഇല്ലാണ്ട് ഒതുക്കിയിട്ടൊക്കെയാണ്. ഓട്ടോ പിടിച്ചോ. വേറെ വണ്ടി വിളിക്കാരെങ്കിലും വണ്ടി വിളിക്കും. വെള്ളം ഒരു ഫോട്ടോ എടുക്കട്ടെ.
സുഹൃത്തുക്കളെ, ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ചേട്ടൻ ഇപ്പൊ കുറച്ചു മുന്നേ കച്ചേരി നടയിലുള്ള നൈസി മെഡിക്കൽസിന്റെ മുന്നില് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇവിടുന്ന് ഒരു ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണം. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തോന്ന് അറിയില്ല, അത്രയ്ക്കും സീരിയസ് ആണ്. അപ്പൊ പരിചയക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇത് അദ്ദേഹത്തിന്റെ ബന്ധുക്കാരെ ആരെങ്കിലും അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് ബന്ധപ്പെടുകയോ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇവിടുത്തെ മോർച്ചറിയിൽ ഒരുപാട് ബോഡികളാണ് അനാഥമായിട്ട് ഇങ്ങനെ കിടക്കണം, ആരും പേരും ഇല്ലാതെ. അപ്പൊ ഇത് കണ്ട് പരിചയമുള്ളവർ നിങ്ങൾ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. അദ്ദേഹത്തിന്റെ അവസ്ഥ ഹോസ്പിറ്റലിൽ എത്തുമെന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്, കാരണം അത്രയും സീരിയസ് ആണ് പുള്ളിയുടെ അവസ്ഥ. എന്തായാലും ഒരു പൗരന്റെ നിലയിൽ ഞാൻ എന്റെ കർത്തവ്യം അറിയിച്ചെന്നുള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനം. എന്താണ് പറഞ്ഞത്? അത് അങ്ങനെ സീരിയസ് ഒന്നും ഇല്ല. അത് നീ പറഞ്ഞാൽ മതിയാ. അറ്റാക്കാണ് അറ്റാക്ക്. അവിടെ ആശുപത്രി എത്തൂല. മയമ്മാടെ പറയാ. മയ എത്ര മയുള്ളൂ? ബാ. എന്തായാലും നിന്റെ ആഗ്രഹം പോലെ കുഴിമന്തിയിൽ വന്ന് പെട്ടല്ലോ. ഇതല്ലേ പറഞ്ഞത്? ആ ഇരിക്കും. പറയൂ. ആ സിന്ദഗി ഹോട്ടലാണ്. കുഴിമന്തി. അയ്യോ, കുഴിമന്തി ഉണ്ടാവോ മോനെ? കുഴിമന്തി ഉണ്ടാവോ? ഉണ്ടോ? ഒരു പോയി നോക്ക്. ഒരു അളവ് എത്ര രൂപ പറഞ്ഞേ? ഒരു 5 കുഴിമന്തി ഉണ്ടോ നോക്കിട്ടോ പാർസൽ. അപ്പൊ ഇപ്പൊ തിരിച്ചു വിളിക്കും. ഒന്ന് ഇപ്പൊ വിളിക്കാട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്തെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾ കട്ട് ചെയ്ത് വിളിച്ചോളൂ. ശരി. ഇത്തിരി വെള്ളം കൊടുക്ക് സുധീഷേ, ഇവിടെ വെള്ളം കൊടുക്ക്. സാറെന്താ കുഴിമന്തി ആക്കിയത്? ഞാൻ വൈഫിന്റെ ഒരു താല്പര്യത്തിൽ അങ്ങനെ വന്നത്, ഞാൻ കഴിക്കാറില്ല. സ്പെഷ്യലി മെയ്ഡാ. ശരി. നമ്മുടെ യമനിലെ അബ്ബാസ് ആണ് ഇവിടെ പാചകം ചെയ്യണത്. ആര്? യമനിലെ അബ്ബാസ്. അവിടെ കുറെ കാലം 18 കൊല്ലം അവിടെ പണിയെടുത്ത ആളാ. ഞാൻ കൂടെ പൊക്കി. ശമ്പളം നന്നായിട്ട് കൊടുക്കണം, എന്നാലും സാധനം നന്നായിട്ട് കിട്ടുമല്ലോ. കഴിക്കട്ടെ. എന്നാലും എന്താ വേണ്ട പറയണേ. അബ്ബാസേ യമലോതിക്ക് പെട്ടെന്ന് പോവാ. മോനെ എന്താ ഈ കുഴിമന്തിന്റെ കാര്യം ഉണ്ടോ? അപ്പൊ ഞാൻ ഒന്ന് വിളിക്കാം. മോനെ വെള്ളം കൊടുക്കും. ഹലോ. കുഴിമന്തി ഉണ്ട്. എത്ര? 5 എണ്ണം അല്ലേ? അപ്പൊ നിങ്ങളൊരു 10 മിനിറ്റ് കൊണ്ട് ആളെ കൊണ്ട് വിട്ടോളി. ശരി. അബ്ബാസേ 5 കുഴിമന്തി ഇട്ടോ പാർസലേ. എടാ, അച്ഛനെ കാണുന്നില്ല, മരുന്ന് വാങ്ങാൻ പോയതാ. അത് കുഴപ്പമില്ല, ചിലപ്പോ ആരെങ്കിലായിട്ട് സംസാരിച്ചൊക്കെണ്ടാവും. എന്നാലും 2 മണിക്കൂറായില്ലേ? എനിക്ക് എന്തോ മനസ്സിനൊരു. ഞങ്ങളിപ്പോ എത്താം. വേഗം വരണേ. ശരി. എന്താ അമ്മയാണ് അച്ഛൻ മരുന്ന് മേടിക്കാൻ പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ലാന്ന്. ആരെങ്കിലും പുറത്തു പോയ പിന്നെ അമ്മയ്ക്ക് ടെൻഷനാ. എന്തുപറ്റി ചാന്തു? എന്തുപറ്റി ചാന്ദിനി? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ വീണെന്നേ. ചാന്തു. ഹലോ. എന്താ കുഴിമന്തി കഴിച്ചിട്ടായിരിക്കും. ആൾക്കാർ കഴിച്ചല്ലേ? അവര് നോക്കിയെന്ന് അബ്ബാസിനോട് കാർ എടുക്കാൻ പറയും. ആശുപത്രി കൊണ്ടുപോകലോ. ചേട്ടന്ന് വിളിച്ചോ. ഒരു വണ്ടി വിളിക്കും. നമസ്കാരം സുഹൃത്തുക്കളെ, ഇതാ സിന്ദഗി ഹോട്ടലിൽ കുഴിമന്തി കഴിച്ചോണ്ട് ചേച്ചിക്ക് ഇൻഫെക്ഷൻ ആയി. കിടക്കുകയാണ്. മുതലാളി ചേച്ചി കഴിച്ചോണ്ടിരിക്കുമ്പോൾ ബോധം മുതലാളി ഇതാണ് മുതലാളി. പെട്ടെന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. ആൾക്കാരൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. കഴിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പറ്റിയത്. സിന്ദഗി
എടാ പ്യാജിയെ നീ കാള പറ്റുമെന്ന് അറിയുമ്പോഴേക്കും കയറെടുക്കല്ലേ. കാള പ്രസവിക്കോ ഇല്ലയെന്നൊന്ന് ആലോചിക്കേ. നീ വല്ല ഫോണിൽ അതും ഇതും കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെടണ്ട. എനിക്കൊന്നും പറ്റിയിട്ടില്ലടാ. ഞാനേ ആ ടൗണിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക മേടിക്കാൻ വേണ്ടി പോയതാ. അപ്പൊ BP ഒന്നും ലോ ആയിട്ട് ഞാൻ തലകറങ്ങി അവിടെ വീണു. നാട്ടുകാരെല്ലാരും കൂടിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് എന്നെ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ചേടാ ഞാൻ കണ്ണു മിഴിച്ചു നോക്കുമ്പോ ഉണ്ട് എന്റെ അപ്പുറത്ത് മകളും ഇപ്പുറത്ത് അമ്മയും. അവര് ഇതേമാതിരി ഫോണിലെ വിവരം അറിഞ്ഞ വഴിക്ക് ബോധം കെട്ടതാ. ഇല്ലില്ല, അവർക്ക് കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം നമ്മളേക്ക് ഡിസ്ചാർജ് ആവാന്നാ പറഞ്ഞേക്കണേ. ഒരു BP ലോ ആയാലുണ്ടായ സംഭവങ്ങളെ. ഇയാള് പറഞ്ഞൊക്കെ നേരാണല്ലോ അല്ലേ? ഇയാളെന്താ പറഞ്ഞേ? ഇയാളെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷ്യവിഷമായിട്ടാണ് ഇവിടെ കിടക്കുന്നതല്ലേ പറഞ്ഞത്? സത്യതാണോ? BP കൂടിയിട്ടല്ലേ മോളെ? അല്ലേ? അതെ, ഡോക്ടർ പറഞ്ഞ അങ്ങ് അറിഞ്ഞു. അല്ലാതെ ഇതിന്റെ നഷ്ടം മുഴുവൻ ഉണ്ടായത് എനിക്കാണ്. കഴിഞ്ഞ 10-20 കൊല്ലം ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഞാൻ ആ ബിസിനസ് തുടങ്ങിയത്. ഇത്രയും കാലം ഒരു ചീത്തപ്പേര് എന്റെ ഹോട്ടലിൽ ഉണ്ടായില്ല. ഇന്നത്തോടെ അതൊക്കെ കഴിഞ്ഞു. ചേട്ടൻ നിങ്ങൾ എന്താ ഈ പറയണേ? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണ എന്റെ ഭാര്യ തലകറങ്ങി വീണ പിന്നെ ഞാൻ എന്താ പറയാ? അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ അത് ഇതുകൊണ്ടാണ് സംഭവിച്ചത്. നിങ്ങൾ പറഞ്ഞില്ലേ? അല്ലെ, എനിക്ക് അങ്ങനെ തോന്നി. അല്ലാതെ എങ്ങനെ വേറെ എന്താ എനിക്ക് തോന്നേണ്ടത്? സത്യത്തിൽ ഇപ്പൊ അവിടെ അത് പറഞ്ഞപ്പോ കുറച്ച് ആൾക്കാർ ബഹളം ഉണ്ടാക്കി. വേറെ കുഴപ്പമൊന്നും ഞാൻ കണ്ടില്ല. അത് മാത്രമല്ല ഉണ്ടായത്. ഒരാള് വീഡിയോ എടുക്കണ നിങ്ങൾ കണ്ടിരുന്നോ? അയാൾ വീഡിയോയിൽ സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലാക്കി. എന്റെ ഹോട്ടലിൽ കുഴിമന്തി കഴിക്കുമ്പോ ഭക്ഷ്യവിഷബാധയായിട്ട് ഒരു പെണ്ണ് മരിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ഹോസ്പിറ്റലാക്കി എന്ന് പറഞ്ഞിട്ട്. അതിന് ചേട്ടൻ ആൾക്കാർ വന്നിട്ട് ഹോട്ടൽ കണ്ട് തല്ലി പൊളിച്ച് ഇന്നെ ഓരോരുത്തർ കൈകാര്യം ചെയ്ത്. അത് ഇത്ര വലിയ വിഷയം മാറുകയോ? ഇനി വിഷയമാണ്ട് ആ ഹോട്ടലിലെ കാര്യം നിങ്ങൾ വന്ന് പോയി കണ്ടു നോക്കിപ്പോ. അല്ല, അതിപ്പോ ഇത് ഫോണിൽ വിട്ടോനെ കാരണല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അത് കണ്ടിട്ടല്ലേ മോള് തലകറങ്ങി വീണ്. അല്ലാണ്ട് ഇവനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല, നിങ്ങൾ ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കുണ്ടായ നഷ്ടത്തിന് ആരും നഷ്ടപരിഹാരം തരും? ചേട്ടാ, ഈ കിടക്കണ എന്റെ ഭാര്യയാണ്. അതെന്റെ ഭാര്യയുടെ അമ്മയാണ്. ഞങ്ങൾ ഈ അവസ്ഥയിൽ എത്തിച്ചത് അച്ഛൻ വീണ് കിടക്കുമ്പോ അത് ഫോട്ടോ എടുത്തിട്ട് ഓഡിയോ ഇട്ടിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവനാണ് ആദ്യം പൊക്കേണ്ടത്. അവനെ പൊക്കണം. അവനെ പൊക്ക നിങ്ങൾ എന്റെ കൂടെ നിൽക്കുവോ? ഞാൻ പറഞ്ഞേട്ടാ, ഞാനും വരാം. നിങ്ങളുടെ വീഡിയോ ഇട്ടോനും പിടിക്കാം, ഈ അച്ഛന്റെ വീഡിയോ ഇട്ടോനും പിടിക്കാം. രണ്ടുപേരും പൊക്കാം നമുക്ക്. അതെ, എന്റെ ഫോട്ടോ ഇട്ടിട്ട് വോയിസ് വിട്ടോല്ലേ, അവൻ ആരാന്ന് ചിലപ്പോ ആ മെഡിക്കൽ സ്റ്റോറിൽ രാഘവേട്ടനെ അറിയായിരിക്കും. അയാളൊന്ന് കണ്ട ഇവൻ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ചേട്ടാ, അവനെ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കും, അത് ഉറപ്പാ. അവനൊന്ന് കയ്യിൽ കിട്ടട്ടെ. ഞങ്ങള് ഇപ്പൊ അതിനെ പറ്റിയൊരു മാനസികാവസ്ഥ അല്ല. ഒന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം മനസ്സിലാവും. നിങ്ങൾ ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ടേ എന്റെ ഹോട്ടലിലേക്ക് വന്നോളൂ. ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ വന്നോളാം ചേട്ടാ. പാവം മനുഷ്യൻ. ഇവിടെ ഭക്ഷ്യവിഷമതല്ലേ? അല്ല, BP കൂടിയതല്ലേ? ഓ ശരി. അപ്പൊ ആ അമ്മക്ക് എന്ത് പ്രശ്നം? BP കുറഞ്ഞതാ. BP കുറഞ്ഞത്? നിങ്ങൾ ഫാമിലി അല്ലേ? അതെ അതെ. ഇവിടെ കൂടി അവിടെ കുറഞ്ഞു. അപ്പൊ കൂടിയെടുത്ത് കുറഞ്ഞെടുത്ത് കൊടുത്താ പോരെ? പോരെ, പിന്നെന്തുകൊണ്ട്? നിക്കൂല അതിനൊന്നും. ഇത്രമാര് ചെയ്തു വെച്ച് പോണ ഓരോ കാര്യങ്ങൾ ഒരു വിവരവും വിവേകമില്ലാത്തവന്മാര് എന്താ കാര്യം കൂടി അറിയാണ്ട് വീഡിയോ എടുത്ത് അങ്ങോട്ട് ഇടും. ഇപ്പൊ അയാളുടെ ഹോട്ടൽ തല്ലി പൊളിച്ചെന്നാ പറയണേ. അത് വേറൊരുത്തൻ. എന്ത് ചെയ്യും ദൈവമേ, ഇവന്മാരൊക്കെ കത്തിച്ച് കളയണം കേട്ടോ. ഇതിപ്പോ ഒരു വീട് ഗേറ്റ് പൂട്ടി പോയ ശരിക്കും എനിക്ക് പെട്ടെന്ന് തന്നെ വരാണ്ടിരിക്കുവോ? ജനലെല്ലാം തുറന്നിട്ടിട്ടുണ്ടെന്ന് വരാണ്ടിരിക്കൂല. എന്നെ വരികയായിരിക്കും അല്ലേ? ഓന്റെ കാറാ വരുന്നു. നീ തടയണം. നിക്കട്ടെ. അയാളത് ഇറങ്ങിയ പുറത്തിറങ്ങി. എന്റെ കടയുടെ മുമ്പ് ഒരാൾ കുഴഞ്ഞു വീണപ്പോ നീ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടില്ലേ? അത് വലിയ കുഴപ്പമായിട്ടായില്ലേ? ആള് മരിച്ച ഇയാളെ ആളെ കൊല്ലാൻ നടക്കാനോ? എടാ, വീണ ആളാരെന്നറിയോ? എന്റെ ഭാര്യയുടെ അച്ഛനാണ്. ഇയാളെന്തിനാ അച്ഛന്റെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ട് എന്തിനാ? ആള് കുഴഞ്ഞു വീണപ്പോ ആരെങ്കിലും അറിയണ്ട? നിങ്ങൾക്ക് അച്ഛനെ കണ്ടെത്തിയില്ലേ? ഇയാളുടെ ഓഡിയോ കേട്ടു. അത് അറ്റാക്ക് ആണെന്നുള്ള സംശയം വരെ താൻ പറയുന്നുണ്ട്. എടോ, താൻ ഇട്ട ഫോട്ടോ കണ്ടിട്ട് എന്റെ ഭാര്യയും ഭാര്യയുടെ അമ്മയടക്കം ഹോസ്പിറ്റലിൽ കിടക്കണേ. അറിയാതെ എനിക്ക്. എടോ, അച്ഛനൊരു കുഴപ്പം പറ്റിയിട്ടില്ല. ഒരു BP കുറഞ്ഞതിന്റെ ഒരു പ്രശ്നത്തിൽ വന്ന് തലയിറങ്ങി വീണു. അതിന് താൻ എന്തൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടേക്കണത്? അച്ഛന് കുഴപ്പമില്ലല്ലോ, ഹാപ്പി അല്ലേ നിങ്ങള്? ഞാനൊരു സഹായം ചെയ്തല്ലേ ഉള്ളൂ. അയാളുടെ ഭാര്യ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുക, എന്റെ ഹോട്ടലിൽ പൂട്ടി പോയി. പിന്നെ അതായത് ഇയാൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് സഹായിച്ചു? തനിക്ക് വണ്ടി ഉണ്ടായിരുന്നല്ലോ, താൻ വണ്ടി എടുത്തൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അച്ഛനെ. ഞാൻ പറഞ്ഞൊന്ന് വണ്ടി എടുത്തിട്ട് കൊണ്ടുപോകാം. ഈ വണ്ടി എടുക്കില്ല എന്ന് പറഞ്ഞല്ലോ. എന്തോടെ ഒരാള് വീണ് കിടക്കുമ്പോ ആശുപത്രി പോകട്ടെ?
അതൊന്നല്ല ഇവർക്കൊക്കെ ഫേമസ് ആവണം അതുകൊണ്ടാണ്. ആശുപത്രി കൊണ്ട് ചേട്ടാ ആശുപത്രി കൊണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത് ഇതിടാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ ഹോട്ടലിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് അതിന്റെ പരിഹാരം ഈ ചെയ്യണം. ഞാൻ എന്ത് പരിഹാരം ഉണ്ടാക്കാന്ന്? പിന്നെ എന്ത് പരിഹാരം? ഞാനെന്ത് നിങ്ങളുടെ ഹോട്ടൽ ഞാനിവിടെ ഒരു ബന്ധമല്ലല്ലോ. എടാ എന്റെ ഹോട്ടലിലാണ് ഇവരെ ഭാര്യ തലയിറങ്ങി വീണത്. എടോ അതിന് ഞാൻ നിങ്ങളുടെ ഹോട്ടലിന്റെ ഫോട്ടോ എടുത്തൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ എടുത്തിട്ടതല്ലേ ഉള്ളൂ. എടോ താൻ ഇട്ട ഫോട്ടോന്റെ ഫോട്ടോ കണ്ടിട്ടുള്ള വിഷമത്തിലാണ് എന്റെ ഭാര്യ തല. നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുക. എന്താ ഞാൻ ചെയ്തോളാം. അമ്മ ആവശ്യമുള്ളതും ചെയ്യണ്ട. നിങ്ങൾ കേസ് ഇയാൾക്ക് എന്താ കുഴപ്പം? നിങ്ങൾ കേസ് കൊടുക്കുക. എന്റെ അമ്മ അങ്ങനെ കാശ് പിന്നെ ഈ ചെയ്തിലേക്ക് ഞാൻ കേസ് ആ നഷ്ടപരിഹാരം കിട്ടാൻ ഇയാൾ കേസ് കൊടുത്ത് കോടതിയിൽ നിന്ന് വാങ്ങിച്ചോ. എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയാം. ഞാൻ അമ്മ ഇത് ചുമ്മാ ഇരിക്കുക. അമ്മ ഒന്ന് വണ്ടി കയറിക്കാൻ അവരോട് ക്ഷമയെങ്കിലും പറയണം. ഈ അമ്മയായിട്ട് താൻ വന്ന് തന്റെ ഭാഗ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. അത് കാണാൻ നമുക്ക്. ഇയാളെ അങ്ങനെ ഇതൊന്നും ഷോ കാണിക്കില്ല. എന്താ ചെയ്യാൻ പ്രായമായ ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ പെൻഷൻ കാശ് തരാനല്ലേ അമ്മ പെൻഷൻ വാങ്ങുന്നത്. എനിക്കാണ് കേണില്ലത്. അമ്മ വണ്ടി കയറി. അമ്മ ഇതൊക്കെ ചുമ്മ നമ്മളൊരു സഹായം ചെയ്താണ്. അമ്മ കയറിക്കേ. പിന്നെ സഹായം നീ പറയണേ. എന്ത് സഹായം? അവന്റെ അച്ഛനെ തിരിച്ചിട്ടില്ല. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. ദ്രോഹിക്കലല്ലേ ഇത്? എന്ത് ദ്രോഹിക്കലാണ്? അവന്റെ ഹോട്ടലിലെ ആൾക്കാർ തല്ലി പഠിച്ച അഴുക്ക ഭക്ഷണമായിരിക്കും. അതുകൊണ്ടായിരിക്കും. തെറ്റ് ചെയ്തിട്ട് കൊണ്ടൊരു അഹങ്കാരം വർത്താനം കേട്ടില്ലേ? ഇക്കാര്യാന്ന് സുരേഷ് ആ സഞ്ജയനോ ഇവിടെ അച്ഛനൊരു കുഴപ്പം പറ്റില്ല. അച്ഛൻ BP കുറഞ്ഞിട്ട് വീണതാ. ഇല്ല അതൊരു കുരങ്ങൻ ഫേസ്ബുക്കിൽ ഇട്ടതാണ് അറിയാണ്ടേ. ശരി വെക്കാം, ഞാൻ വിളിക്കാം. 50ാമത്തെ ആൾക്കാരെ വിളിക്കണേ. ശരി, എന്തൊരു കഷ്ടമല്ലേ.